അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ മല കയറാൻ പോണതിന്റെ സെക്കൻഡ് പാർട്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ചുരമൊക്കെ നല്ല ആസ്വദിച്ച് ഇങ്ങനെ കയറി വരും. എനിക്ക് ഏത് വണ്ടിയിലാണെങ്കിലും വിൻഡോ സീറ്റ് നിർബന്ധം. ഇനിയിപ്പോ വിൻഡോ സീറ്റ് കിട്ടിയാൽ അതിന്റെ പുറത്ത് തലയിടില്ല എനിക്ക് വേറൊരു ഹരം കൂടിയാണ്. അങ്ങനെ ഈ യാത്രയൊക്കെ നല്ല എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് പെട്ടെന്നൊരു ഓർമ്മ. അതായത് നാളെയാണ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ്. പിന്നെ ഫുൾ കാൽക്കുലേഷൻ ആയി. ഇന്ന് ഞാൻ എന്തായാലും തിരിച്ചെത്തുമ്പോൾ രാത്രിയാവും. അപ്പൊ ആ കാര്യത്തിൽ ഏതാണ് തീരുമാനം. അങ്ങനെ മൊത്തത്തിൽ പാനിക്കായിട്ട് ഞാൻ ഡേറ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നെക്സ്റ്റ് മന്ത് ആയിരുന്നു ഡേറ്റ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് ടെൻഷൻ അടിച്ചപ്പോൾ തന്നെ എനിക്ക് വിഷമം. പിന്നെ അവിടെ ആകെ കണ്ടൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡും കഴിച്ച് ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇത് ആ കാണുന്ന മലയുടെ മുകൾക്കാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. അങ്ങനെ 1-2 വട്ടം ഞങ്ങൾ വഴിയൊക്കെ തെറ്റിപ്പോയി ഞങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വഴി കണ്ടുപിടിച്ചു. പോണ വഴിക്ക് ഞങ്ങളുടെ ഏലക്കട ചെടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇതിന്റെ ടേസ്റ്റും ആണോന്ന് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ റയർ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. നമ്മൾ ലൊക്കേഷൻ എത്തി. പോണ വഴി കണ്ടപ്പോൾ തന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ പോയി തുടങ്ങിയപ്പോൾ അത്ര വലിയ രസമൊന്നും തോന്നിയില്ല. പിന്നെ മല കയറാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 വടി എന്തായാലും വേണം. പിന്നെ ഈ ഫാൻസി ചെരുപ്പൊന്നും നമ്മൾ ഇടാനേ പാടില്ല. സത്യത്തിൽ എത്ര ഇഷ്ടപിടിച്ച വഴിയാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി നല്ല അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ അരമണിക്കൂറോളം നീളുന്ന ഈ ട്രക്കിങ്ങിന്റെ അവസാനത്തിൽ നമ്മൾക്കൊരു സന്തോഷം കിട്ടാനുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് വന്നതിൽ ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല. പിന്നെ വെയിലുള്ള സമയത്താണ് മല കയറിയതെങ്കിൽ കണ്ണ് തുറക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുറെ നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് ആ ചതി മനസ്സിലാവുന്നത്. കേറിനത്ര സുഖമല്ല ഇറങ്ങാൻ. അങ്ങനെ ഓരോരുത്തർ വീണ് കണ്ട് ചിരിച്ച് ഞാനും 2 വട്ടം സ്ലിപ്പായി. ഇത് പിന്നെ സാധാരണ ആരും ശ്രദ്ധിക്കുന്നു. അങ്ങനെ മലയൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.